നമസ്കാരം. വരുന്ന ഏപ്രിൽ 14-നാണ് മേടവിഷു. ശുക്രൻ ഏപ്രിൽ 13-ന്, അതായത് മേടവിഷുവിന് തലേന്നത്തെ ദിവസം ശുക്രൻ മീനം രാശിയിലേക്ക് നേരിട്ട് സഞ്ചരിക്കാൻ പോവുകയാണ്. ഇതുമൂലം 9 നക്ഷത്രക്കാർക്ക് വളരെയധികം ഉയർച്ച ലഭിക്കാൻ പോവുകയാണ്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ, അംഗീകാരം, ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കാതെ പോയ പല കാര്യങ്ങളും ഏപ്രിൽ 13-നോടുകൂടി നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ കുറിച്ചു വെച്ചുകൊള്ളൂ ഈ പറയുന്നത്. വളരെയധികം സാമ്പത്തിക ഉന്നതി, സാമ്പത്തിക നേട്ടം, തൊഴിൽ മേഖലയിൽ ഉയർച്ച, ഇതൊക്കെയും 3 രാശിയിലുള്ള 9 നക്ഷത്രക്കാർക്ക് വരാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കില്ല എന്ന് സ്വപ്നം പോലും കണ്ടു കഴിഞ്ഞ്, അതായത് എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്ന് തലവര എഴുതി അടിവരയിട്ട് കുറിച്ചു വെച്ച പല കാര്യങ്ങളും ഇനി മാറാൻ പോവുകയാണ്. ഇവിടെ ശുക്രൻ അനുഗ്രഹത്തിൽ വരുന്നു. ഏപ്രിൽ 13 എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യം വന്നണയാൻ പോവുകയാണ്. സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. നേട്ടങ്ങൾ വന്നണയാൻ പോവുകയാണ്. ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും, എല്ലാ വിഷമങ്ങൾക്കും, എല്ലാ പരാധീനതകൾക്കുമുള്ള ഒരു പരിഹാരം എന്നോണം ശുക്രൻ തെളിയുകയാണ്. തൊഴിലില്ല, ഉത്തമമായൊരു തൊഴിൽ ലഭിച്ചിട്ടില്ല എന്ന് വിഷമിക്കുന്ന നിങ്ങൾക്ക് കർമ്മമേഖല നേട്ടമാണ് ഏപ്രിൽ 13 മുതൽ ആരംഭമാകാൻ പോകുന്നത്. ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർക്ക് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. 9-ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യം, ധർമ്മപ്രവർത്തികൾ, ഉന്നതമായ വിദ്യാഭ്യാസം, ദീർഘദൂരമായുള്ള യാത്രകൾ, ആത്മീയപരമായിട്ടുള്ളൊരു മുന്നേറ്റം, ഗുരുക്കന്മാർ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, പിതാവ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ശുക്രൻ 9-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യം എല്ലായ്പ്പോഴും ഏപ്രിൽ 13 മുതൽ തുടർന്നങ്ങോട്ടുള്ള സമയങ്ങളിൽ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. കാര്യവിജയം കൈവരിക്കാൻ സാധിക്കും എന്നതാണ് ഇവിടെ ശുക്രൻ അനുഗ്രഹഭാവത്തിൽ വന്നതിൻ്റെ പ്രത്യേകത. ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി നേടിയെടുക്കാൻ, ചെയ്ത് തീർക്കാൻ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ പല രീതിയിലും ധനം വന്ന് കയ്യിലെത്തുന്നതാണ്. ചില ലോണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അത് ഭൂസ്വത്തുക്കൾ, പിതൃസ്വത്തുക്കളൊക്കെ ലഭിക്കാതെ എന്തെങ്കിലും രീതിയിൽ തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തടസ്സങ്ങൾ ഈ ഒരു സമയം ഭാഗ്യം അനുകൂലമായതിനാൽ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് കിട്ടേണ്ടതായ ഭാഗ്യം നിങ്ങൾക്ക് തന്നെ എത്തുന്നതാണ്. സൽപ്രവർത്തികൾ ചെയ്യാനും മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും ഒക്കെയുള്ള തോന്നലുകൾ ഉണ്ടാകുന്നതാണ്. നല്ല പ്രവർത്തികൾ ചെയ്യാൻ തോന്നുമ്പോൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. ഒരു 10 പേർക്കെങ്കിലും അന്നദാനമൊക്കെ നടത്താൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠമാണ്. അത് ഒരു തലമുറയിൽ നിന്നല്ല, തുടർന്നുള്ള 7 തലമുറകൾക്കായിരിക്കും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. ഇവിടെ കായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് നേതൃത്വ നിരയിലേക്ക് വരാനും മുന്നോട്ട് വന്ന്, അതായത് ചില ആളുകളുണ്ട് എഴുതാനൊക്കെ നല്ല കഴിവുണ്ടാവും, പക്ഷേ ഒന്ന് പ്രോത്സാഹനം കൊടുക്കാനോ അവരുടെ കഴിവിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനോ ഒന്നും ആരുമില്ലാതിനാൽ മറിഞ്ഞിരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മുന്നോട്ട് വന്ന് തൻ്റെ കഴിവുകളൊക്കെ ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള ഭാഗ്യവും ഇവിടെ ശുക്രൻ നൽകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകാനും അവിടെ ജോലിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ടൂറ് പോകുന്നത് പോലെ അല്ലെങ്കിൽ ആനന്ദകരമായിട്ടുള്ള യാത്രകൾക്കൊക്കെയുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. കൂടാതെ മുന്നേ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹം, കാരണം 9-ാം ഭാവത്തിലാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അംഗീകാരം, അവരെ വീണ്ടും കാണാനും അവരിൽ നിന്ന് സ്നേഹവാത്സല്യങ്ങൾ അറിയാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. മറ്റുള്ളവരെ ആകർഷിക്കാനൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആകർഷണത്തെ ഏറ്റുവാങ്ങാനും, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടായാലും നിങ്ങളുടെ ഒരു ചിരി പോലും മറ്റുള്ളവർക്ക് ആകർഷണത്വം തോന്നുന്ന നിലയിലേക്കൊക്കെ മാറാനും ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകാനുമുള്ള സമയമാണ് ഏപ്രിൽ 13 മുതൽ നിങ്ങൾക്ക് വന്നണയാൻ പോകുന്നത്. മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക് ശുക്രൻ 10-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹിക അംഗീകാരം, സ്ഥാനമാനങ്ങൾ, അധികാര പദവികൾ അലങ്കരിക്കാനുള്ള യോഗം, പ്രശസ്തി, അംഗീകാരങ്ങൾ, ജീവിതത്തിൽ ലക്ഷ്യം വെച്ച് ഒരുപാട് നാളായി നടത്തണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. കൂടാതെ ശുക്രൻ സൗന്ദര്യം, കായിക രംഗങ്ങൾ, അതേപോലെ പ്രണയം, ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യം, സന്തോഷം എന്നിവയുടെയും കാരകനാണ്.
ഇവിടെ 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കൂടാതെ താല്പര്യം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്പം താല്പര്യക്കുറവ് ചിലപ്പോൾ നിങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഉത്തമമായ ഒരു മേഖലയിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പല കാര്യവും ഇനി താല്പര്യത്തോട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉയർന്ന പദവികളൊക്കെ നേടിയെടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നുണ്ട്. കല, സംഗീതം, പാട്ട്, ഡാൻസ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും ശോഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഫാഷൻ ഡിസൈനിങ്, ഡിസൈനർ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് ഈ ബ്യൂട്ടി പാർലർ പോലെയുള്ള പാർലറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും ഇവിടെ ശുക്രൻ സൗന്ദര്യത്തിൻ്റെ കാരകൻ കൂടി ആയതിനാൽ തന്നെ കൂടുതൽ ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്, പേരെടുക്കാൻ സാധിക്കുന്നതാണ്. ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാനും അത് മുഖേനയുള്ള വിൽപ്പനകളൊക്കെ നടത്തുന്ന ആളുകൾക്ക്, ബിസിനസ് നടത്തുന്നവർക്കൊക്കെ അതുവഴി ശോഭിക്കാൻ ഭാഗ്യമുണ്ടാകുന്നതാണ്. പ്രശസ്തിയും ധനവും ഒരുപോലെ സ്വന്തമാക്കാൻ സാധിക്കും എന്നത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. സമൂഹത്തിൽ നല്ല അംഗീകാരവും ബഹുമാനവും സ്വീകാര്യതയും ഉണ്ടാകുന്നതാണ്. പ്രവർത്തനങ്ങളൊക്കെയും ഏത് കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചാലും അതിലൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻനിരയിലേക്ക് എത്തപ്പെടാനുള്ള ഭാഗ്യവും ശുക്രൻ നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളെക്കൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുപ്പിച്ച് അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രേരിതമാക്കിയെടുത്ത് ആ ഒരു കഴിവുകൾ കൊണ്ട് നിങ്ങൾ സ്വയം തന്നെ ഇനി മുന്നിലേക്ക് വരാൻ പോവുകയും അതുകൂടിയാണ് ശുക്രൻ ഇവിടെ ചെയ്യുന്നത്. ഒരു സപ്പോർട്ട് മാത്രമല്ല, നിങ്ങളെക്കൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയും നേട്ടങ്ങൾ ഒക്കെ ലഭിക്കുന്ന നിലയിലേക്ക് നിങ്ങളെ ഉയർത്തുക കൂടി ചെയ്യും. ഏപ്രിൽ 13 മുതൽ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ, അതായത് കുംഭരാശി നക്ഷത്രക്കാർക്ക് 2ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥാനം ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് ധനം, വളരെയധികം ധനഭാഗ്യമുണ്ട്. കുടുംബപരമായി നിലനിന്നിരുന്ന എല്ലാ കലഹങ്ങളും പ്രശ്നങ്ങളും മാറി സന്തോഷമുണ്ടാകാൻ പോവുകയാണ്. സംസാര ചാതുര്യം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കാരണം ശുക്രൻ സൗന്ദര്യം, പ്രണയം, കല, സമ്പത്ത്, സുഖസൗകര്യങ്ങൾ എന്നിവയുടെയൊക്കെ കാരകനായതിനാൽ തന്നെ ശുക്രൻ ഇവിടെ 2ാം ഭാവത്തിൽ വരുന്നതിലൂടെ ധനപരമായി വളരെ വലിയ മാർഗങ്ങൾ, ധനാഗമനം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നതാണ്. ധനത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. ധനപരമായി വളരെയധികം നേട്ടമുള്ള ഈ ഒരു സമയത്തിൽ ലോട്ടറി പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. വളരെ നേട്ടങ്ങൾ നിങ്ങൾക്ക് അതിലൂടെയൊക്കെ ഉണ്ടാകുന്നതാണ്. പണം സമ്പാദിക്കാൻ, അത് നല്ല രീതിയിൽ വിനിയോഗം ചെയ്യാനുമൊക്കെ ഈ ഒരു സമയം സാധിക്കും. ദീർഘകാലത്തിലേക്ക് സമ്പത്ത് ഇപ്പോൾ തന്നെ ശേഖരിക്കാനും, അതായത് നീക്കിയിരിപ്പ്, സേവിങ്സ് ഒക്കെ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള ഭാഗ്യം, വളരെയധികം ഭാഗ്യമുള്ള ഒരു സമയം തന്നെയാണ്. കുടുംബത്തിൽ നിന്നോ അതുപോലെ പൂർവികരുമായി ബന്ധപ്പെട്ടതായോ ധനമോ സ്വത്തുക്കളോ ഒക്കെ ലഭിക്കാനുള്ള യോഗം കൂടി തെളിയുന്നുണ്ട്. വില കൂടിയ വസ്തുക്കൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇതൊക്കെ വാങ്ങാനുള്ള താല്പര്യം ജനിക്കുന്നതാണ്. അതൊക്കെ വാങ്ങി അണിയാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. അതേപോലെ കുടുംബപരമായും കുട്ടികളുമായിട്ടൊക്കെയുള്ള സന്തോഷം, സംസാരമൊക്കെ ചിലപ്പോൾ കാർക്കശ്യം പോലെ, അതായത് ദേഷ്യം പോലെയൊക്കെ ആകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് കുടുംബപരമായി സന്തോഷം നിലനിൽക്കുന്നതാണ്. കാരണം ശുക്രൻ ഇതിൻ്റെയൊക്കെ തന്നെ കാരകനാണ്. നല്ല ബന്ധം സ്ഥാപിക്കാനും കല, സംഗീതം എന്നിവയിലൊക്കെ ഇനി പഠിക്കാൻ ഇറങ്ങുന്ന ആളുകൾ, അതായത് അവിട്ടം, ചതയം, പൂരുരുട്ട നക്ഷത്രക്കാരായ ആരെങ്കിലും കുട്ടികൾ തന്നെ ഇപ്പോൾ വെക്കേഷൻ സമയത്താണ് പുതിയ കലാകായിക രംഗങ്ങളിലേക്കൊക്കെ ഇറങ്ങണം, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമാണ് ഇപ്പോൾ 13 മുതൽ തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ ഇപ്പോൾ ഇറങ്ങിയാൽ, അതായത് ഇപ്പോൾ ഇറങ്ങിയാൽ നല്ല സമയം എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും ഇറങ്ങും, പക്ഷേ പൂർത്തീകരിക്കപ്പെടില്ല. അപ്പോൾ പൂർത്തീകരിക്കാതെ പോകുന്നത് എന്തെന്നാൽ നല്ല സമയമല്ലാതെ ഇറങ്ങുന്ന കാര്യങ്ങൾ ശോഭിക്കില്ല. പക്ഷേ ഇവിടെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കലയോ അല്ലെങ്കിൽ എന്ത് കാര്യമോ, അത് ഡ്രോയിങ് ആകാം, അല്ലെങ്കിൽ പാട്ട്, സംഗീതം, അങ്ങനെയുള്ള ഏത് ഡാൻസ്, അങ്ങനെയുള്ള ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് എടുത്തു പറയേണ്ടതാണ്. നല്ല ചിന്തകളും നല്ലൊരു വ്യക്തിത്വമായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാനും അത് കഴിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഏപ്രിൽ 13 മുതൽ ആരംഭിക്കുകയാണ്. ശുക്രനാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. അതായത് ഏപ്രിൽ 13 എന്ന മംഗളകരമായ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ തെളിയാൻ പോവുകയാണ്. കുറിച്ചിട്ടുള്ള ഈ പറയുന്ന വാക്കുകൾ സത്യമാകും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.